താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഗ്ലോറി. കർത്താവെ, ഒരിക്കൽ കൂടെ കർത്താവെ നിൻ്റെ സന്നിധിയിൽ എന്നെ സാക്ഷിയായി നിർത്തിയേക്കുന്ന മഹാകൃപയ്ക്കായി നന്ദി പറയുന്നു. കഴിഞ്ഞ മാസം ഞാൻ പ്രേയറിന് ഇവിടെ ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പം എനിക്ക് എൻ്റെ 18 വർഷമായിട്ട് ഒരു വീട് എനിക്ക് വിൽക്കാതെ കിടക്കുമായിരുന്നു. അതിനകത്ത് എൻ്റെ മോൾ തൂങ്ങി മരിച്ചത് കൊണ്ട് വിലക്കാർ വരും, കാണും, അഡ്വാൻസ് തരും, തെറ്റിപ്പോവും. അങ്ങനെ 18 വർഷം കൊണ്ട് അതങ്ങനെ ഒരു വലിയൊരു കെട്ടായിരുന്നു കിടന്നത്. അത് എന്താ പറയുക, നമ്മുടെ ബൈബിളിൽ പറയുന്ന വചനങ്ങൾ ഓരോന്നും സത്യമാണെന്നും അതിന് ജീവനുണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് തെളിയിച്ചു തന്നു. അങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ ഇവിടുന്ന് പോകുമ്പം അങ്ങനെ വിലക്കാർ വന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ചേട്ടാ എന്നോട് വന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിലക്കാർ വന്ന് ഇവിടെ പ്രെയർ കഴിഞ്ഞ് പോയ പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ തിങ്കളാഴ്ച രാവിലെ ഇത് കേൾക്കുന്നത് ഈ വാർത്ത. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ വിലക്കാർ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, 30 പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 32 ചോദിച്ചു, 30 ലക്ഷം രൂപ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അതിനെ വലിയൊരു കാര്യമായിട്ട് കൊടുക്കുന്നില്ല. കാരണം അന്നേരം ചേട്ടന് അതൊരു ഭയം, ആരോടും പറയണ്ട, എടുക്കണ്ട, അങ്ങനെ പേപ്പേഴ്സൊക്കെ കൊടുക്കുന്നതിനെല്ലാം ഡീലേ ആക്കി പോയിക്കൊണ്ടിരിക്കുക ചേട്ടൻ. അങ്ങനെ ഡീലേ കൊണ്ടിരുന്നപ്പം പിന്നെ കറക്റ്റ് വീണ്ടും പിന്നത്തെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിലാണ് കറക്റ്റായിട്ട് അവർ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെല്ലുമ്പോൾ വീണ്ടും എന്നോട് പറയുന്നു, പിന്നെ നാളെ നമുക്ക് എഴുത്താണ്, നീ അതുകൊണ്ട് വാടാക്കാരെ ചെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ഞങ്ങൾ ഒരു പൈസ അഡ്വാൻസും മേടിച്ചിട്ടില്ല, ഞങ്ങൾ ഒരു എഗ്രിമെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് ഞങ്ങൾ എഴുത്ത് മാത്രം നടത്തുക. അപ്പോൾ നീ അതുകൊണ്ട് വാടാക്കാലത്ത് ഞങ്ങൾ ചെന്ന് പറഞ്ഞിട്ടുമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് വിൽപ്പന ആയെന്നൊന്നും പറഞ്ഞിട്ടുമില്ല, അപ്പോൾ നീ ചെന്നൊന്ന് അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വന്ന് ഞാൻ ഇവിടെ ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ബ്രദറെ ഇതെനിക്ക് വലിയൊരു മിറക്കിൾ എനിക്ക് ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, നാളെ എഴുത്താണ് ബ്രദറെ എന്നിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ട് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ ആ എഴുത്ത് കഴിഞ്ഞു. ഞങ്ങളുടെ കടത്തിനകത്ത് കുറച്ച് പൈസകൾ ഞങ്ങൾക്ക് അതിനകത്ത് കടം തീർക്കാനൊക്കെ ഞങ്ങൾക്ക് പറ്റി. ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇവിടെ നടന്ന ഉപവാസ പ്രാർത്ഥന ഓരോന്നും എൻ്റെ വീട്ടിനകത്ത് എനിക്ക് കിട്ടിയ മിറക്കിളെന്ന് പറഞ്ഞാൽ കടഭാരത്തിൽ നിന്ന് തന്നെ വലിയ ഒരു വിടുതൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. പൂർണ്ണമായിട്ടും ഞാൻ അതിനകത്ത് റിലീസായിട്ടില്ല, കാരണം ഞങ്ങൾക്ക് ഒരുപാട് വലിയ കടമാണ്. അതുകൊണ്ട് അതിന് കുറേശ്ശെ ഞങ്ങളെ ഓരോ മാസവും ഞങ്ങളെ അതിനകത്ത് ദൈവം അതിനകത്ത് റിലീസ് തന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല എന്നെ ആത്മാവിൽ എന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഒരുപാട് ശക്തീകരിച്ച് ബലപ്പെടുത്തി എന്നെ നിർത്തുന്നത്. പലതവണയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോത്തക്ക രീതിയിൽ പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ദൈവദാസൻ ഞാൻ ഒരു വോയിസ് മെസ്സേജ് ഇടുമ്പോൾ എന്നെ വളരെയധികം എന്നെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തിയിട്ട് പറയും, സിസ്റ്റർ എന്തിനാ സിസ്റ്റർ ഇത്രയും നാൾ ദൈവത്തിൻ്റെ കൂടെ നിന്നത്, അപ്പോൾ അതിങ്ങനെ കിട്ടിയ അഭിഷേകമൊക്കെ ചോർന്ന് കളയാനുള്ളതല്ല, ബലപ്പെടുത്താനുള്ളതാണ്, അത് അനേകർക്ക് കൊടുക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. കാരണം ഇന്ന് വരെ എൻ്റെ ഭൂമിയിലുള്ള ഒരു സഹോദരന്മാരും എനിക്ക് 2 സഹോദരനുണ്ട്, അതുകൂടാതെ എൻ്റെ അമ്മമാരുടെ മക്കൾ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരാരും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ കണ്ണുനീരിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ എന്നെ ബലപ്പെടുത്താനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് ഈ ദൈവദാസനിൽ കൂടെ എനിക്ക് എൻ്റെ സഹോദരൻ്റെ തുല്യമാണ്. കാരണം ഞാൻ പാസ്റ്ററൊന്നുമല്ല ഞാൻ വിളിക്കുന്നത്, അത്രയ്ക്കും എന്നെ ഒത്തിരി എന്നെ സമാധാനിപ്പിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഞാൻ എപ്പോൾ ആ രാത്രിക്ക് ഞാൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ പോലും ആ സ്പോട്ടിൽ എനിക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഒരു കൈകൂപ്പെങ്കിലും എനിക്ക് ഇടാതിരിക്കത്തില്ല. എന്നെ അങ്ങനെ ധൈര്യപ്പെടുത്തിയതാ. എത്ര ഞാൻ നന്ദി പറഞ്ഞാലും തീരത്തില്ല. ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു, അതേപോലെ ഈ സഭയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് കിട്ടുന്ന വലിയ ബ്ലെസ്സിങ്ങിനായി നന്ദി പറയുന്നു.